പി ജെ ജോസഫിന്റെ മകൻ അദ്ദേഹമാണ് പശുവിനെ ഇവിടെ എത്തിച്ച് കൈമാറിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകും. കരീനാന്ന് വളരെ സാറ് പേരിട്ടതാണ്. കരീന എന്നുള്ള പേരിട്ടത് ഇവനാണ്. ഒരു കോവിഡ് സമയത്താണ് ഉണ്ടായത് കിടാവേ. അപ്പൊ ആ സമയത്ത് ഉണ്ടായപ്പോ പേരക്കുട്ടികളുടെ വീടുണ്ടായിരുന്നു. അപ്പച്ചൻ പറഞ്ഞു എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു പേരിടാൻ പറഞ്ഞു. അപ്പം പിള്ളേരിട്ട പേരാ കരീന. സിനിമാ താരത്തിന്റെ പേരിൽ നിന്ന് വീട്ടിലെ പല പശുക്കൾക്കും സിനിമാ താരങ്ങളുടെ പേരാണ്. ഇതിപ്പോ എന്ത് ഇനത്തിൽ ഗീർ ഇനത്തിൽപ്പെട്ടത്? ഗീർ ബുള്ളും HF ജേഴ്സി ക്രോസ് മദറുമാണ്. അപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള തനത് ഗീർ നമ്മുടെ ഇന്ത്യയുടെ തനതായ ബ്രീഡാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? ഗീർ പശുക്കള് ഇന്ത്യൻ ബ്രീഡ് വളരെ രോഗപ്രതിരോധ ശക്തി കൂടുതലാണ്. നമ്മളൊരു ഫോറിൻ ബ്രീഡുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുമ്പം മിൽക്കിന്റെ ഈൽഡും പ്രതിരോധ ശേഷിയും കൂടുതലുള്ള പശുക്കളാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ കുറെ ഇതുപോലത്തെ ഗീർ പശുക്കളുണ്ട് വേറെ. താങ്കളും ചെറുപ്പകാലം മുതൽ തന്നെ പശുക്കളെ കണ്ടു വളർന്ന ഒരാളാണല്ലോ. അപ്പൊ ഈ കുട്ടികൾക്കുണ്ടായ നഷ്ടം അത് കേട്ടപ്പോൾ എന്താ? അവർക്കുണ്ടായ നഷ്ടത്തിനും ഇതൊന്നും ഒരു പരിഹാരമല്ല. കാരണം കൈത്തീറ്റ കൊടുത്ത് വളർത്തിയ നമ്മള് വീട്ടിൽ നായ്ക്കളെ നോക്കുന്നതിനേക്കാൾ സ്നേഹത്തോടെയാണ് ഇവർ പശുക്കളെ വളർത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു ഇത്രയും എണ്ണം പശുക്കൾ ഒറ്റയടിക്ക് നഷ്ടപ്പെടുമ്പോ ഈ ഒരു പശു എന്നതിനൊരു എന്ത് പറയുന്നത് ഒരു ആശ്വാസം എന്ന് വേണേൽ പറയാം. പക്ഷെ അവരുടെ മനസ്സിലുണ്ടായ മുറിവൊന്നും അതിനൊന്നും ഒരു പരിഹാരമല്ല ഇത്. പക്ഷെ നമ്മളെ കണ്ടു, നമ്മള് ഈ പ്രളയ സമയത്താണ് നമ്മൾ മലയാളികൾ എന്തോരം ആളുകളെ സഹായിക്കുന്നവരാണ്, മനസാക്ഷിയുള്ളവരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായത്. ഇന്നിപ്പോ ഇങ്ങനെ ഒരു വിപത്തുണ്ടായപ്പം കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുമ്പോൾ ഒരു മലയാളി എന്ന് പറയുന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലാണ് ഇന്ന് ഇവിടെ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ പശുക്കൾ ഇങ്ങോട്ട് എത്തുമല്ലേ? അതെ, ഞാൻ വാർത്തകളിൽ കണ്ടപ്പം പലരും അതിനുള്ള സഹായ സന്നദ്ധത പ്രകടിപ്പിച്ചതുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം നമ്മൾ 14 ജില്ലകളിലുള്ള ആളുകളും ഇവർക്ക് സഹായം നൽകാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ മലയാളിയെ സംബന്ധിച്ചുള്ള അതൊരു വലിയൊരു പ്രത്യേകതയാണ്. എന്തെങ്കിലും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ എല്ലാവരും ഒന്നിച്ച് അതിനുള്ള ആശ്വാസമായി എത്തുന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കേറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും. ഇനിയിപ്പോ മാത്യു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മാത്യു, സന്തോഷമായ ആദ്യത്തെ പശുവിനെയാണ് കിട്ടിയത്, അതും സിനിമാ താരത്തിന്റെ പേര്. സന്തോഷമായി. എങ്ങനെയുണ്ട് പശു? നല്ല പശുവാണ്. സുന്ദരി. ഇനിയിപ്പോ കൂടുതൽ പശുക്കൾ എത്തും അല്ലേ? ഇനിയും പശുക്കൾ വരുമെന്നാണ് അറിഞ്ഞത്. തൊഴുത്തുനിറയും, കാര്യമായ തൊഴുത്തുനിറയും.